Good morning, children. Sit down. എന്താ എല്ലാവരും തിരക്കിട്ടെഴുതുന്നത്? ആഹാ, എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണല്ലോ. അലൻ, നീ എന്താ ഒന്നും എഴുതാത്തെ? നിനക്ക് എഴുതാനൊന്നുമില്ലേ? My wish list for Santa. സാന്റയോടുള്ള ആവശ്യമാണല്ലേ? ഡോൾ ഹൗസ്, ടെഡി ബെയർ, ബാർബി ഡോൾ, കിൻഡർ ജോയ്, ഐസ്ക്രീം. ആഹാ, കൊള്ളാലോ. ടീച്ചർ എന്താ മോനെ? സാന്റ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്റെ ഫേവറേറ്റ് സ്പോർട്സ് വേണം. ആഹാ, കൊള്ളാലോ. അതെന്താ? ക്രിസ്മസ് അടുത്ത് വരുമ്പോ നമ്മൾ സമ്മാനങ്ങളെ കുറിച്ച് മാത്രമാണോ ചിന്തിക്കേണ്ടത്? സാന്റാക്ലോസിന് സമ്മാനങ്ങളെക്കാൾ വലിയൊരു അർത്ഥം ക്രിസ്മസ്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? കറക്റ്റ്, വെരി ഗുഡ്. ചിൽഡ്രൻ, ഉണ്ണിയേശു പിറന്നത് കൊട്ടാരങ്ങളിലെല്ലാം വളരെ എളിയ ഒരു സ്ഥലത്താണ്, ഒരു പുലിക്കൂട്ടിൽ. ഈ ലാളിത്യം നമുക്കൊരു മാതൃകയാണ്. സമ്പത്തിനേക്കാൾ എത്രയോ വലുതാണ് സ്നേഹവും പങ്കുവയ്ക്കലും. ഉണ്ണിയേശുവിന് വേണ്ടത് അമൂല്യമായ സമ്മാനങ്ങളാണ്. ഒരു പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണമെന്നില്ല. ഉണ്ണിയേശുവിന് വേണ്ടി നിങ്ങൾ എന്ത് ത്യാഗം ചെയ്യും? നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കും? സാൻജ എന്ത് കൊടുക്കും? ഫേവറേറ്റ് സൈക്കിൾ കൊടുക്കും. ജോയ് എന്ത് കൊടുക്കും? ഞാൻ എന്റെ ലബൂബു കൊടുക്കും. അലീന എന്ത് കൊടുക്കും? ഞാൻ ചോക്ലേറ്റ് കൊടുക്കും. വൈഷ്ണവി? ഞാൻ AI ഡോഗ് കൊടുക്കും. അന്ന എന്ത് കൊടുക്കും? കുട്ടി ആകെയുള്ള പെൻസില് പൊട്ടി. അത് ശരിയാണ്. നിന്റെ പെൻസില് പൊട്ടിപ്പോയോ? നിനക്ക് വേറെ പെൻസിൽ ഇല്ലേ? ഇല്ല, എനിക്ക് നിന്റെ കയ്യിലുള്ളതുപോലെ അത്ര പെൻസിലൊന്നും എന്റെ കയ്യിലില്ല. അതെന്താ? ആര് വാങ്ങിത്തരാനാ? പപ്പയും മമ്മിയും ഇല്ലേ? ഞാൻ ജനിച്ച ശേഷം എന്റെ അപ്പയെ കണ്ടിട്ട് പോലുമില്ല. ആ മമ്മിയോ? അമ്മയ്ക്ക് സുഖമില്ല. അമ്മ കുറെ നാളായി പണിക്ക് പോയിട്ട്. എന്താ മോളെ, ഇന്നൊരു മൂടുമില്ലല്ലോ, എന്തു പറ്റി? എന്താ നീ ആലോചിക്കുന്നത്? സ്കൂളിൽ എന്തെങ്കിലും പറ്റിയോ? അമ്മ, ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഉണ്ണിയേശുവിന് എന്ത് സമ്മാനം കൊടുക്കും? ടീച്ചർ പറഞ്ഞു യേശുവിന് വേണ്ടത് ഒരു വലിയ ത്യാഗമാണെന്ന്. അതാണോ നിന്റെ വിഷമം മോളെ? ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ വേറെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അമ്മേ, പഠിക്കുന്നതല്ലേ ഏറ്റവും വലിയ സമ്മാനം? അതുമാത്രമല്ല മോളെ, അതിനു മുകളിൽ വേറെ എന്തോ ഉണ്ട്. അതാണ് നീ ആലോചിക്കേണ്ടത്. ത്യാഗമെന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റൊരാൾക്ക് നൽകുക എന്നതാണ്. നീ ആലോചിക്ക്, നിന്റെ ത്യാഗവും ശ്രദ്ധയും ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന്. സാറേ, നീ എൻ്റെ പിറന്നാളിന് കൊടുക്കാൻ കൊതിക്കുന്ന സമ്മാനം
നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അത് സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. ഉണ്ണിയേശു, ഉണ്ണിയേശു, ഉണ്ണിയേശു. മുഖം വല്ലാതെ ഇതുവരെ നിന്റെ വിഷമം മാറിയില്ലേ? ഹായ് ഹായ് പെൻസിൽ. ഇഷ്ടപ്പെട്ട പുതിയ പെൻസിൽ ബോക്സ് അല്ലേ? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൻസിൽ ബോക്സ് ആണ്. പക്ഷേ ഉണ്ണീഷിന് വേണ്ടി ഞാനിത് നിനക്ക് സമ്മാനിക്കുന്നു. താങ്ക് യു സാറ. നമുക്കിനി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ക്രിസ്മസ് വരവായി. ക്രിസ്മസിൻ്റെ ഈ നാളുകളിൽ നാം ഓർക്കുക, ഉണ്ണീശോയുടെ ജനനമാണല്ലോ. ഉണ്ണീശോയുടെ ജനനം ഒരു വലിയ സമ്മാനം തന്നെയാണ് ലോകത്തിന്. എന്നാൽ പല വിധത്തില് സമ്മാനങ്ങൾ ലോകത്തിലെ കുട്ടികളും മുതിർന്നവരും പരസ്പരം കൈമാറുന്നു. സമ്മാനങ്ങൾ കൈമാറുക മാത്രമല്ല ക്രിസ്മസ്. പരസ്പര സ്നേഹവും ദയയും കരുണയും എത്രയും കൂടുതലായി പരസ്പരമുള്ള കരുതലും ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകതയാണ്. ലോകത്തിന് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുവാൻ കടന്നു വന്ന ഉണ്ണീശോ നമുക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കരുതലിൻ്റെ സന്ദേശം നൽകുകയാണ്. പരസ്പരം സമ്മാനങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ, സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ ഉണ്ണീശോയുടെ പിറവി തിരുനാൾ അനുഗ്രഹദായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു.